തൃശൂർ പെരിങ്ങോട്ടുകര ദേവസ്ഥാനം തന്ത്രി ഉണ്ണി ദാമോദരനും മരുമകൻ ടി അരുണിനുമെതിരെ വ്യാജ പീഡന പരാതി നൽകിയ കേസ് ഏറെ ചർച്ച ചെയ്യപ്പെട്ടതാണ്. നിരപരാധികൾ കുടുങ്ങുമായിരുന്ന പീഡന പരാതിയാണ് പോലീസ് അന്വേഷണത്തിൽ വ്യാജമെന്ന് കണ്ടെത്തിയതും പ്രതികൾക്കെതിരെ കേസെടുത്തതും. ക്ഷേത്രഭരണം പിടിച്ചെടുക്കുന്നതിനും സ്വത്ത് തട്ടിയെടുക്കുന്നതിനും വ്യാജ പീഡന പരാതി കെട്ടിച്ചമയ്ക്കുകയായിരുന്നുവെന്നാണ് പോലീസ് കണ്ടെത്തൽ. കേസിൽ പ്രതികൾക്കെതിരെ ബംഗളൂരു കോടതിയിൽ അന്തിമ കുറ്റപത്രം സമർപ്പിച്ചു. ആകെ 13 പ്രതികളെയാണ് കുറ്റപത്രത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ബാനസവാടി പോലീസ് ബംഗളൂരു അഡീഷണൽ ചീഫ് മെട്രോപൊളിറ്റൻ മജിസ്ട്രേറ്റ് കോടതിയിലാണ് കുറ്റപത്രം സമർപ്പിച്ചത്. 13 പ്രതികളെയാണ് കുറ്റപത്രത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പെരിങ്ങോട്ടുകര ദേവസ്ഥാനം ക്ഷേത്രഭരണം പിടിച്ചെടുക്കുന്നതിനും സ്വത്ത് കെട്ടിയെടുക്കുന്നതിനുമായി വ്യാജ പീഡന പരാതി കെട്ടിച്ചമയ്ക്കുകയായിരുന്നുവെന്ന് കുറ്റപത്രത്തിൽ പറയുന്നു. തന്ത്രി ഉണ്ണി ദാമോദരന്റെ സഹോദരപുത്രൻ പ്രവീൺ കാനാടിയാണ് കേസിലെ മുഖ്യപ്രതി. തന്ത്രിയുടെ സഹോദരൻ ദേവദാസ്, മകൻ ശ്രീരാഗ് കാനാടി, മറ്റൊരു സഹോദരൻ വേണുഗോപാൽ, മകൻ സ്വാമിനാഥൻ, ഭാര്യ രജിത, മസാജ് പാർലർ ജീവനക്കാരിയായ രത്ന, സഹായി ബീന, മോണിക്ക, മുഹമ്മദ് ആലം, PS ശരത് മേനോൻ, സജിത്ത്, മഹേഷ് ഷെട്ടി എന്നിവരാണ് മറ്റു പ്രതികൾ. ഭാരതീയ ന്യായ സംഹിതയിലെ വിവിധ വകുപ്പുകൾ പ്രകാരം ക്രിമിനൽ ഗൂഢാലോചന, വ്യാജത്തെളിവുകൾ സൃഷ്ടിക്കൽ, തെളിവ് നശിപ്പിക്കൽ, വഞ്ചന, ഭീഷണിപ്പെടുത്തി സ്വത്ത് തട്ടിയെടുക്കൽ, അപകീർത്തിപ്പെടുത്തൽ, കുറ്റം ചെയ്യാൻ പ്രേരിപ്പിക്കൽ തുടങ്ങിയ കുറ്റങ്ങളാണ് പ്രതികൾക്കെതിരെ ചുമത്തിയിട്ടുള്ളത്. ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട് 2 കോടിയോളം രൂപയുടെ ഇടപാട് നടന്നതിന്റെ ബാങ്ക് രേഖകളും ഫോൺ സംഭാഷണങ്ങളും കണ്ടെത്തി. ഒപ്പം ഗൂഢാലോചന നടന്നു തെളിയിക്കുന്ന CCTV ദൃശ്യങ്ങൾ ലഭിച്ചതായും കുറ്റപത്രത്തിൽ വ്യക്തമാക്കുന്നു. മസാജ് പാർലർ ജീവനക്കാരിയായ സ്ത്രീയെ പൂജയ്ക്ക് എന്ന വ്യാജേന ക്ഷേത്രത്തിലെത്തിച്ച് തെളിവുകൾ ഉണ്ടാക്കി വ്യാജ പീഡനക്കേസ് സൃഷ്ടിക്കാൻ ഗൂഢാലോചന നടത്തിയെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. 2025 മെയ് 29-ന് രത്ന നൽകിയ പീഡന പരാതിയുടെ അടിസ്ഥാനത്തിൽ ബംഗളൂരു പോലീസ് അരുണിനെ അറസ്റ്റ് ചെയ്തിരുന്നു. പിന്നീട് അരുണിന് ജാമ്യം ലഭിച്ചു. കേസ് അന്വേഷണത്തിൽ തന്ത്രിയുടെ നിരപരാധിത്വം തിരിച്ചറിഞ്ഞ പോലീസ് കോടതിയിൽ ക്ലീൻ ചിറ്റ് നൽകി. ഇതിന് പിന്നാലെ തന്ത്രി ഉണ്ണി ദാമോദരനും മകൾ ഉണ്ണിമായയും നൽകിയ പരാതിയിൽ നടത്തിയ അന്വേഷണത്തിലാണ് അരുണിനെ ആസൂത്രിതമായി കേസിൽ കുടുക്കിയതാണെന്ന് കണ്ടെത്തിയത്. ന്യൂസ് 18 ബംഗളൂരു. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.